ചെയ്തിടാത്ത പൊന്നു വെള്ളിരകിലവും പിടിച്ചിടിത്തിടാത്ത അന്നെ തന്ന പിള്ളകൾ ഉതക്ക മറ്റ മൗത്ത് അന്നെ തന്ന പിള്ളകൾ ഉതക്ക മറ്റ മൗത്ത് വൺപിഴ ചുമന്ന് വൺപിഴ ചുമന്ന് പേർക്കൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി വൺപിഴ ചുമന്ന് പേർക്കൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി നീ പൊട്ടുപോകല്ല മനുഷ്യ. വർണ്ണനകളും കേന്ദ്രങ്ങളും ഇനിയും നിനക്ക് വരാനുണ്ടല്ലോ. നീ നിന്നെ ഈ ദുനിയാവിൽ മറന്നു വെക്കല്ല. നീ നിന്നെ ഈ ദുനിയാവിൽ മറന്നു വെക്കല്ലേ. അങ്ങനെ മറന്നു വെച്ചാൽ നിനക്ക് നിന്റെ നാഥൻ ഒരുക്കി വെച്ച അഭയസ്ഥാനം ശൂന്യമായി പോകില്ലേ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പാതയിൽ മാത്രം ഇങ്ങനെ ലയിച്ചു പോയത്. എന്താണ് കവി മൻസൂർ പുത്തനത്താണി പാടുന്നതെന്ന് നോക്കുന്നത്. എന്റെയൊന്നും എന്റെ എല്ലാ നിന്റെ താണി ചെല്ല എന്റെയൊന്നും എന്റെ എല്ലാ നിന്റെ താണി ചെല്ല അല്ലാഹു 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 ഉള്ളുവില്ലാതെ തൊള്ള തള്ളാതെ ഉള്ളുവില്ലാതെ തൊള്ള തള്ളാതെ ചെള്ളിക്കില്ലാത്ത കള്ളിന്റെ ഹരമുള്ളെങ്കിൽ മസ്തുഹു കിസ്തങ്കിൽ മജ്ജമീനജങ്കിൽ മസ്തുഹു കിസ്തങ്കിൽ മജ്ജമീനജങ്കിൽ ഇല്ല വല്ലകല്ല തൊന്നും പുല്ലും ഇല്ല ഇല്ലാതൊന്നും ഇല്ല എന്റെയൊന്നും എന്റെയല്ല നിന്നെ താണി ചെല്ല എന്റെയൊന്നും എന്റെയല്ല നിന്നെ താണി ചെല്ല തളരാതെ കളവ് പറയാതെ ഇലാഹിലേക്കൊന്നു ചേർന്നാൽ ഇസ്മിന്റെ ലഹരി അറിഞ്ഞാൽ ഈ ദുനിയാവിലുള്ള ലഹരിയും പിന്നെ ലഹരിയല്ല കേട്ടോ. ആകുമെന്ന ലഹരി മാത്രം എന്റെ റൂഹിന്റെ മജ്ജ എന്റെ കൽബിന്റെ മജ്ജ അത് മുഹമ്മദീയത്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ മുഹമ്മദീയത്തിന്റെ ഭാവിനെ തൊടാൻ എങ്ങനെയാണ് ഇലാഹിയത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുക? അങ്ങനെ മുഹമ്മദീയത്തിന്റെ ഭാവം കടന്ന് ഇലാഹിയത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് ഇച്ചമസ്താന്റെ ഗുണം കുടിച്ച് നടന്ന ഗുണംകുടി മസ്താൻ തന്റെ വഹദത്തുൽ വജൂദ് എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പാടിവെക്കുന്നത്. അന്തകിറയവനിക്ക് തലയുമില്ലേ മുള്ളും മുന്നയിലെ 33 പട്ടണമടയ്ക്ക് വെത്ത അന്തകിറയവനിക്ക് തലയുമില്ലേ അന്തകിറയവനിക്ക് തലയുമില്ലേ അന്തകിറയവനിക്ക് തലയുമില്ലേ അന്തകിറയവനിക്ക് തലയുമില്ലേ മുള്ളുമുനയിലെ 33 പട്ടണമടയ്ക്ക് വെത്ത അന്തകിറയവനിക്ക് തലയുമില്ലേ അന്തകിറയവനിക്ക് തലയുമില്ലേ അന്തകിറയവനിക്ക് തലയുമില്ലേ അന്തകിറയവനിക്ക് തലയുമില്ലേ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഇവിടെ മുള്ള് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലിഫ. ആ അലിഫിൽ നിന്നാണ് അഹദ്. ആ
അഹദാണ് അലിഫ് കൊണ്ടാണ് ആദ്യ സൃഷ്ടി നടത്തിയത്. ഈ ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള 33 കോടി സൃഷ്ടികളെയും സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ തലയുണ്ടെന്ന് നീ കരുതല്ലേ. അതുകൊണ്ട് ഇച്ഛ പറയുന്നത് ഇങ്ങനെയാണ്, ഈ അള്ളാഹുവിന്റെ റൂഹിൽ, അള്ളാഹുവിലടിഞ്ഞ റൂഹുണ്ടല്ലോ, അള്ളാഹുവിൽ ആയ റൂഹുണ്ടല്ലോ, ആ റൂഹിന് പിന്നെന്തിനാണ് വെള്ളം കുടിക്കാൻ കുടമെന്ന് ഇച്ഛ പറയുകയാണ്. അതുകൊണ്ട് അതിന് മാത്രമാണ് அந்த இறையவனுக்கு தலையுமில்லை, அந்த இறையவனுக்கு தலையுமில்லை, அந்த இறையவனுக்கு தலையுமில்லை. தலையில்லாத இறைவன் அடுத்த பொண்டாட்டிக்கு இருமுலையுமில்லை, മുലയില്ലാ പൊണ്ടാട്ടി എടുത്ത കുടത്തിക്ക് അടിയുമില്ലേ, അടിയില്ല കുടത്തിനടുത്ത പുഷ്പത്തിക്ക് വേരുമില്ലേ, വേരില്ല പുഷ്പം തിങ്കലിരിത്തു വന്ന മാനിനിറു കാലുമില്ലേ. മുള്ളുമുനകിലെ 33 കോടി പട്ടണമടയ്ക്ക് വെത്ത அந்த இறையவனுக்கு தலையுமில்லை, அந்த இறையவனுக்கு தலையுமில்லை, அந்த இறையவனுக்கு தலையுமில்லை, அந்த இறையவனுக்கு தலையுமில்லை, தலையுமில்லை. അസ്സലാമു അലൈക്കും. ഇതോടുകൂടെ